സച്ചിയുടെയും രേവതിയുടെയും അടുത്ത ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രേവതിയാണെങ്കിൽ അവിടെ കിടക്കുന്ന ബെഡ്ഷീറ്റ് എടുത്ത് സച്ചിയുടെ മേത്തേക്ക് കയറിയാണ്. സച്ചി ചോദിക്കുക, എന്താ നിൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്ന് ചോദിക്കുക. അല്ല, നിങ്ങൾ പറഞ്ഞില്ലേ കുടുംബക്കാരെ കൂട്ടി ഹണിമൂണിന് പോകാമെന്ന്, ഒരിക്കലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്നെ കൂട്ടി എവിടെയെങ്കിലും പോകുന്ന കാര്യം, എന്നെ കൂട്ടി ഹണിമൂണിൻ്റെ കാര്യം നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേ. ഓ, അതാണോ നിൻ്റെ പ്രശ്നം? ആ പ്രശ്നം ഇപ്പം ഞാൻ പരിഹരിച്ചാലോ. വേറൊന്നുമല്ല, ഈ കയ്യിൽ കുറച്ച് ഹണി എടുക്കുക, എന്നിട്ട് എന്ന് പറയുകയും രേവതി ആണെങ്കിൽ ആകെ ദേഷ്യം വന്നു കേട്ടോ. അപ്പോൾ രേവതി ആണെങ്കിൽ അവിടെ കിടന്ന ആ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് സച്ചിയുടെ മേത്തേക്ക് ഇട്ട് കയറുകയാണ്, പില്ലോയൊക്കെ എടുത്ത് അടിക്കാൻ നോക്കുവാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് രേവതിയാണെങ്കിൽ അങ്ങോട്ട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇതന്നെ ഇവരൊക്കെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പുറത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒളിച്ചിന്ന് കേൾക്കുവാണ്. ഒളിച്ചിന്ന് കേട്ടിട്ട് ചങ്കത്ത് കൈ വെക്കുവാണ്. ദൈവമേ, ഇവർ തമ്മിൽ വീണ്ടും അടുത്തല്ലോ, ഇവരെ തമ്മിൽ ഇനി എങ്ങനെ പിരിക്കുക എന്നൊക്കെ ചന്ദ്രയാണെങ്കിൽ മനസ്സിൽ ആലോചിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് അടുത്ത ആഴ്ചത്തെ പ്രൊമോ ഷോ റിവ്യൂ അവസാനിക്കുന്നത്.